ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്കറിയാം എക്സാം ആവാറായി. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ തിയറി പാർട്ടും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ലെസൻ്റെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അപ്പം ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിനും കൂടെ ചെയ്തുതരാം. അക്കോർഡിംഗ് ടു കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ്, ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ നമ്മുടെ കൈനറ്റിക് മോളിക്കുലർ തിയറി നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? അത് ഞാൻ എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു മാർക്കേ ഉള്ളൂ, പക്ഷേ ആ ഒരു മാർക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അറിയുമെങ്കിൽ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസിൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ, ഒരു സബ്സ്റ്റൻസിൽ നമ്മളിവിടെ അറിയാം ഇതൊരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഒക്കെ പറയുന്നത്. അപ്പം ഒരാളുടെ എനർജി എപ്പോഴാണ് കൂടുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ. അതന്നെ ചോദിച്ചിട്ടുള്ള ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഉണ്ട്, വോളിയം ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അപ്പോൾ എന്താണ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോയിന്റ്സ് എന്നൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഞാൻ എടുത്തതാണ്. എനിവേ നമുക്ക് അറിയാത്തവർക്കും കൂടെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. എന്താണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്? ആ ഫസ്റ്റത്തേക്ക് വിട്ടേക്കും. നിങ്ങൾ നോക്കുക, എവറി ഗ്യാസ് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്, അത് ആറ്റംസ് ഓർ മോളിക്യൂൾ. ദി ആക്ച്വൽ വോളിയം ഓഫ് ദ മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ദി ഗ്യാസ്. There is no force of attraction between the gas particles. The particles of a gas are in constant and random motion in a straight line. During this motion, they collide with each other and also with the walls of the container. The pressure of the gas is due to the wall collision of the particles. All collisions are perfectly elastic. That is, the total energy of particle before and after collision remains the same. At any particular time, different particles of a gas have different speed and hence different kinetic energy. The average kinetic energy of a gas molecule is directly proportional to absolute temperature. ഇതായിരുന്നില്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ അന്നും എടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ പറഞ്ഞാൽ ആദ്യം ചിന്തിക്കാൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പം ഒരു ഗ്യാസിൽ ലാർജ് മൈന്യൂട്ട് ആയിട്ടുള്ള ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ അവരുടെ ആക്ച്വൽ വോളിയം ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ആണ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ദി ഗ്യാസ്. പിന്നെ നമ്മൾ നോക്കുക, പാർട്ടിക്കിൾസിൻ്റെ തമ്മിൽ എന്തില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഈ ഓടി നടക്കുന്ന സമയത്ത് ദി കൊളൈഡ് വിത്ത് വൺ അനദർ. അതേപോലെ ആ കണ്ടെയ്നറിൻ്റെ വോളിലിടിക്കും. ഈ വോളിലിടിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ, ആ വോളിലിടിക്കുന്ന കൊളീഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് പറഞ്ഞു. പിന്നെ ഈ ഇടിക്കുമ്പോൾ ഈ കൊളീഷൻസ് ഒക്കെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, അതായത് എനർജി, ടോട്ടൽ എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ collision remains constant ആണ്. At any particular time, different particles of a gas have different speed and hence different kinetic energy. എല്ലാവർക്കും ഒരേ എനർജി അല്ലെങ്കിൽ ഒരേ കൈനറ്റിക് എനർജി അല്ല. ഓരോ പാർട്ടിക്കിൾസിനും ഓരോ സ്പീഡ്, ഓരോ കൈനറ്റിക് എനർജി. ഇനി എന്നത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ. എല്ലാവരുടെയും കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ എന്താണ്? ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇതായിരുന്നു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഗേ-ലൂസാക്സ് ലോ. സിമ്പിൾ, അത് 1 മാർക്കാണ്. നമ്മൾ കുറേ ലോസ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ചാൾസ് ലോ, ബോയിൽസ് ലോ, എവോഗാഡ്രോസ് ലോ, ഗേ-ലൂസാക്സ് ലോ. എന്താണ് ഗേ-ലൂസാക്സ് ലോ? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദ പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ദ പ്രഷർ, ഒരു ഗ്യാസിൻ്റെ, ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസിൻ്റെ പ്രഷർ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ലോസ് ഓരോന്നായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യട്ടോ. ഇനി അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് അതിൽ തന്നെ, അതായത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഗേ-ലൂസാക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. അടുത്തത് ഗിവ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എബവ് ലോ. അപ്പം നമുക്ക് അവരുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കാം. ഗേ-ലൂസാക്സ് ലോ എന്താ പറഞ്ഞാൽ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഓർ ഗ്യാസ് വേരീസ് ഡയറക്ട്ലി വിത്ത് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു ലോൻ്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ, അതായത് വെഹിക്കിൾസ് വിച്ച് ആർ കെപ്റ്റ് ഔട്ട്സൈഡ് സമ്മർ ഡേ, ദാറ്റ് ഈസ് ദ ടയേഴ്സ് ഗെറ്റ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് ടയേഴ്സ് ഗെറ്റ് ബ്രോക്കൺ, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇല്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അതായത് ഒരു ടയറിൻ്റെ ഉള്ളിൽ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഉണ്ടാവും.
ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും, അവരുടെ പ്രഷർ, അവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടിയിട്ട് ആ ടയർ പൊട്ടും. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം പി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി ഓർ പി ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യണം, വോളിയം കൂടും, പ്രഷർ കൂടുമ്പം ടെമ്പറേച്ചർ കൂടും. അതായത് V1 എന്ന് പറയുന്ന ഒരു ഗ്യാസിൻ്റെത്, പിന്നെ V2, V3, V4. അപ്പോൾ നമുക്കറിയാം V1 is less than V2, then V3 and V4. V4ൻ്റെയാണ് വോളിയം കൂടുതലാണ്. അപ്പോൾ എന്തായിട്ടും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ ഗേ-ലുസാക്സ് ലോ. അതാണ് ആ ഗ്രാഫാണ് അവിടെ നമുക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, what are the causes of deviation of real gas from ideal behavior? Third question, 2 മാർക്കാണ്. Identify the property of liquid behind capillary rise. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നെന്താണ്, what are the causes for the deviation of gases from ideal behavior? Identify the property of liquid behind the capillary rise. December 2020 ചോദിച്ചതാണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ഡീവിയേഷൻ? അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഐഡിയൽ ഗ്യാസ്? ഞാനൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ എവിടുന്ന് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസിൻ്റെയും ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് നോക്കിയിട്ട് പോകാം. ഐഡിയൽ ഗ്യാസ്, അപ്പം ഐഡിയൽ ഗ്യാസ് എന്താ? എ ഗ്യാസ് ദാറ്റ് ഒബേ ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവോഗാഡ്രോസ് ലോ സ്ട്രിക്ട്ലി ഈസ് കോൾഡ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചാൾസ് ലോവും ബോയിൽസ് ലോവും അവോഗാഡ്രോ ലോവും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നവരെ നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയും. നമുക്കറിയാം ചാൾസ് ലോ, എൻ്റെ മുന്നേ നമ്മളൊന്ന് ചാൾസ് ലോ നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ബോയിൽസ് ലോ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ബോയിൽസ് ലോ എന്താ, ഞാൻ അപ്പം തന്നെ ഒരു കോഡ് പഠിപ്പിച്ചതിനുണ്ടായിരുന്നു. പാവം ബോയിൽ, PV, പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. എന്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്? അതായത് ഫിക്സഡ് മാസ്, വോളിയം ഓഫ് ഒരു ഗ്യാസ് ഫിക്സഡ് ടെമ്പറേച്ചറിലാണ്, അവരുടെ വോളിയം എന്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്? അവരുടെ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് വോളിയം കുറയും. അതാണ് കോൺസെപ്റ്റ്. ഓർ പി ഈസ് ഇൻവേഴ്സ്ലി മാത്തമാറ്റിക്കലി എങ്ങനെയാണ് കാണിക്കാൻ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഗ്രാഫും കാണാം. പിന്നെ ചാൾസ് ലോ ഞാൻ പറഞ്ഞിട്ട് VT ചാൾസ് എന്ന് പഠിച്ചാൽ മതി. ചാൾസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പം വോളിയം കൂടും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഒരു ഗ്യാസിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി കൂടുന്നു, വോളിയം കൂടുന്നു. ഓർ V/T ഈസ് എ കോൺസ്റ്റന്റ്. അവരുടെ ഗ്രാഫ് നോക്കൂ, ടെമ്പറേച്ചറും വോളിയം വെച്ചിട്ട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എക്സാമിന്. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് വോളിയം കൂടുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഗേ-ലുസാക്സ്, പിന്നെ അവോഗാഡ്രോ ലോ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ, അത് വോളിയം എമൗണ്ട് തമ്മിലുള്ള റിലേഷൻ ആണ്. ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. V is directly proportional to N or V is equal to proportionality constant ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ 10th പഠിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്, മാസ് ഓഫ് ദി ഗ്യാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പം അതിനൊക്കെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും മോളാർ മാസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഡെൻസിറ്റി. ഇതൊക്കെ നമ്മൾ എടുത്തതാണ്, അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡ് പോകുന്നത്. ഒന്ന് റീകോൾ ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് ഡാറ്റ തന്നെ പിന്നെ പറയാം. ഇനി അടുത്തത് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ബോയിൽസ് ലോയും ചാൾസ് ലോ, അവോഗാഡ്രോ ലോയും സ്ട്രിക്ട്ലി ഒബേ ചെയ്യുന്നവരെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുക. അവരുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും PV is directly proportional to T or PV is equal to nRT. R is universal gas constant. ഇതിൻ്റെ ആറിൻ്റെ വാല്യൂ ഞാൻ ഓരോ ഇതിലുള്ള കണ്ടീഷനിലുള്ളതും തന്നിട്ടുണ്ട്, വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമുക്കറിയാം if the temperature and volume, if temperature, volume and pressure of a fixed amount of a gas, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചറും വോളിയം പ്രഷറും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ T1 V1 P1, T2 V2 P2 ആണെങ്കിൽ then the equation we can write P1 V1 by T1 is equal to P2 V2 by T2. ഇതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറും ഈ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൻ്റെ ഡീവിയേഷൻ, അതായത് ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാത്ത എന്തുകൊണ്ടാണ്? ദ റിയൽ ഗ്യാസ്, ശരിക്കും ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. അങ്ങനെ ഒരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം എല്ലാ ഗ്യാസും റിയൽ ഗ്യാസ് ഓഫ് ഐഡിയൽ ഗ്യാസ്, എപ്പോഴാണ് ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കുക വെച്ചാൽ ഓൺലി ഇഫ് ദ പ്രഷർ ഇസ് ലോ ഓർ ദ ടെമ്പറേച്ചർ ഇസ് ഹൈ. പ്രഷർ കുറയുമ്പോഴും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ മാത്രമേ ഒരു ഗ്യാസ്, യൂഷ്വലി ഒരു റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കത്തുള്ളൂ.
ഇഫ് ദ പ്രഷർ ഇസ് ഹൈ ഓർ ടെമ്പറേച്ചർ ഇസ് ലോ, എന്താണ് പ്രഷർ ഹൈയും ടെമ്പറേച്ചർ ലോ ആകുമ്പം ദ റിയൽ ഗ്യാസസ് ഷോ മാർക്ക്ഡ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. അതായത് അറ്റ് ഹൈ പ്രഷർ ഓർ ലോ ടെമ്പറേച്ചർ, അതായത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും രണ്ട് എസംഷൻ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ രണ്ട് എസംഷൻ ഫോൾട്ടി ആയി പോകുന്നത്. ഏതൊക്കെയാണ്? ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ. ഒരു ഗ്യാസ് മോളിക്യൂൾ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. ഇത് കൈനറ്റിക് തിയറി പറയുന്ന ഇത് തെറ്റും. പിന്നെ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിൾ. ഈ രണ്ട് കോൺസെപ്റ്റും എപ്പോഴാണ് മിസ്റ്റേക്ക് ആയി പോകുന്നത്? ഇഫ് ദ പ്രഷർ ഈസ് ഹൈ ഓർ ടെമ്പറേച്ചർ ഇസ് ലോ. ഇഫ് ദ പ്രഷർ ഈസ് ഹൈ ഓർ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് കം ക്ലോസർ. ഹെൻസ് അണ്ടർ ദീസ് ടു കണ്ടീഷൻ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് may not be negligible. The volume occupied by the gas may be small, but the volume occupied by the molecule may not be negligible. Thus the real gas of the ideal gas equation at low temperature or high pressure, or real gas deviate from ideal behavior at high pressure or ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഈ കോൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കി വെക്കണം. കാരണം എനിക്ക് തോന്നുന്നു 3 ഇയറിൽ ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ ദ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എന്നുള്ളത്. അപ്പോൾ നല്ലോണം അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം എന്താണ്? ദിസ് ഇസ് ഡ്യൂ ടു ദ വാട്ട് ആർ ദ കോസസ് ഫോർ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? ദിസ് ഇസ് ഡ്യൂ ടു ദ ടു റോങ് assumption of the kinetic theory of gases. The actual volume of the molecule is negligible compared to the volume of the gases, and there is no force of attraction between the gas particles. എന്നിട്ട് നിങ്ങൾക്ക് പറയാം എപ്പോഴാണ് ഇവർ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്, എപ്പോഴാണ് ഇവർ ഡീവിയേഷൻ. ദാറ്റ് ഇസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷർ, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളങ്ങ് പറഞ്ഞാൽ ക്ലിയർ ആണ്. പിന്നെ ഐഡൻറ്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ബിഹൈൻഡ് ദ കാപ്പിലർ റൈസ്. ഒറ്റ മാർക്കിൻ്റെ ക്വസ്റ്റൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കാപ്പിലർ റൈസിൻ്റെ റീസൺ എന്താണ്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് സർഫേസ് ടെൻഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി name of van der Waals forces between non-polar molecules or molecules having permanent dipole. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, നമുക്കറിയാം. റൈറ്റ് ദി നെയിം ഓഫ് വാൻ ഡെർ വാൽസ് ഫോഴ്സസ് ബിറ്റ്വീൻ. അപ്പോൾ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റർമോളിക്കുലർ, ഒന്ന് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലെൻറ്റൻ ഫോഴ്സ്, ഡൈപോൾ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ് ഡൈപോൾ ഫോഴ്സ് ഉണ്ട്. ഡിസ്പേർഷൻ ഫോഴ്സ് എന്തായിരുന്നു? ആറ്റംസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾ. അവിടെ എന്താവില്ല, അവിടെ ചാർജൊന്നും ഉണ്ടാവില്ല, ബട്ട് ഒരു ടെമ്പററി ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്യും. ദിസ് ഇസ് റിട്ടൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ ഓൺ ദി എഡ്ജസെൻറ്റ് ആറ്റം. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഡൈപോൾ എന്താ? ചാർജ് ആയിട്ടുള്ള രണ്ടാൾക്കാർ തമ്മിൽ ആക്ട് ബിറ്റ്വീൻ മോളിക്യൂൾ പൊസസിങ് പെർമനൻറ്റ് ഡൈപോൾ. These dipole interact with the neighboring molecule. This interaction is stronger than the Lenten force, but it is weaker than iron-iron interaction because only partial charges are involved. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കും. ഒരു ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, അതായത് ഒരു ഡൈപോൾ മറ്റൊരാളെ മേത്ത് ഉണ്ടാക്കുകയാണ് ചാർജ്. This type of attractive force operate between polar molecules and a non-polar molecule. അത്രയും മതി, ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അവർ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കി എന്താ തന്നിരിക്കണേ. That is, write the name of van der Waals force between non-polar molecule എന്താ ഉള്ളത്? ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ്. മോളിക്യൂൾസ് ഹാവിങ് പെർമനന്റ് ഡൈപോൾ എന്താ? ഡൈപോൾ ഫോഴ്സ് ആണ്. സ്റ്റേറ്റ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കത് എടുക്കുമ്പോൾ പറഞ്ഞു തരാം എന്താണ് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന്. ഇപ്പം നമ്മുടെ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടോട്ടൽ പ്രഷർ എക്സ്പേർട്ടഡ് ബൈ ദി മിക്സ്ചർ ഓഫ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബൈ ദ മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസുകൾ. നമ്മൾ റിയാക്ട് ചെയ്യുന്നവരല്ല, റിയാക്ട് ചെയ്യാത്ത നോൺ റിയാക്റ്റിംഗ് ഗ്യാസുകൾ തമ്മിലുള്ള, അതായത് ടോട്ടൽ പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ്. അതായത് ഒരു ഗ്ലാസ് ബൗളിൽ ഞാൻ ABCD എന്ന് അല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ 3 ഗ്യാസസ് ഉണ്ട്. ഈ 3 പേരും ഇൻ്റർമിക്സ് ചെയ്യൂലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ പ്രഷർ ഓരോ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആയിരിക്കും, കാരണം അവർ മിക്സ് ചെയ്യുന്നില്ല. അതന്നെയാണ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് എ നോൺ റിയാക്റ്റിംഗ് ഗ്യാസ് ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്. ദാറ്റ് ഇസ് P total is equal to P1 plus P2 plus P3 at constant, അതാണ് ഇമ്പോർട്ടൻറ്റ്, at constant temperature and volume. Where P total is the total pressure exerted by the gases and P1, P2 and P3 are the partial pressure. അത് മനസ്സിലായ
അതിലൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഹയർ ആൾട്ടിറ്റ്യൂഡ് പ്രഷർ കുക്കർ ഈസ് യൂസ് ഫോർ കുക്കിംഗ്, ഗിവ് റീസൺ. നമ്മളത് കുഞ്ഞു മുതലേ പഠിക്കുന്ന ഒരു കാര്യം. ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ എന്ന് പറയുമ്പോൾ വെള്ളം പെട്ടെന്ന് തിളയ്ക്കും, പെട്ടെന്ന് തന്നെ ബോയിലാവും. അപ്പം നമുക്കറിയാം എന്താണ് ബോയിലിംഗ് പോയിന്റ്, ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം ബോയിലാവും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് കുക്കിങ്ങിന് എന്ത് വേണം? സോ നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ കുക്കർ എന്ത് ചെയ്യും, അവിടെ യൂസ് ചെയ്യും. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പെട്ടെന്ന് ബോയിൽ ചെയ്ത കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. സോ പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഹൈ ആൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ലോ, വാട്ടർ ബോയിൽസ് അറ്റ് എ ലോ ടെമ്പറേച്ചർ, സോ പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ്. അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ക്വസ്റ്റ്യൻ റിയൽ ഗ്യാസസ് ഡു നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് ഓൾ കണ്ടീഷൻ എക്സ്പ്ലെയിൻ. നിങ്ങൾ നേരത്തെ അതൊന്നുകൂടെ പഠിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ബോയിലിംഗ്, നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ്, ഗിവ് റീസൺ ഫോർ ദ യൂസ് ഓഫ് പ്രഷർ കുക്കർ ടു കുക്ക് ഫുഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. വീണ്ടും ചോദിച്ചു എന്താണ് നോർമൽ ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് അറ്റ് 1 atmospheric pressure is called as നോർമൽ ബോയിലിംഗ് പോയിന്റ്. അതാണ് എന്ത്, നോർമൽ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എന്തിനാണ് ഇത് എക്സ്ട്രാ ആയിട്ട് ചോദിച്ചത്? നോർമൽ ബോയിലിംഗ് പോയിന്റ് അല്ലാതെ വേറെ ഒരു ബോയിലിംഗ് പോയിന്റും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ്? വെൻ ദ എക്സ്റ്റേണൽ പ്രഷർ ഇസ് 1 atmosphere, the boiling point is called normal boiling point. When the external pressure is equal to 1 bar, the boiling point is called standard boiling point. Standard boiling point always slightly less than the normal boiling point ആണ്. അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓഗസ്റ്റ് 2018 ചോദിച്ചതാണ്. ഇപ്പം നമ്മൾ പഠിപ്പിച്ചു, അത് സിമ്പിളാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഗ്രാഫ്. ഇതിപ്പോൾ നമ്മളെടുത്ത ഗ്രാഫാണ് അല്ലേ? പ്രഷറും ടെമ്പറേച്ചറും ഏതാണ്? ഗേ-ലുസാക്സ് ലോ. പിന്നെ ഐഡൻറ്റിഫൈ ദി ലോ റെപ്രസെൻറ്റഡ് ബൈ ദി എബവ് ഗ്രാഫ് ആൻഡ് സ്റ്റേറ്റ് ദ ലോ. റൈറ്റ് ഡൗൺ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ്. ഇത് നമുക്കറിയാം, പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് വോളിയം കുറയുക. ദാറ്റ് ഈസ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം അല്ലേ? പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്താ, വോളിയം കുറഞ്ഞു. അതായത് നമുക്കറിയാം ഇതാണ് വോളിയം, കൂടിയ വോളിയം ഇവിടെ. അതായത് പ്രഷർ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞ് വരികയാണ് അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം ആണ്. അതാരാണ്? നമ്മുടെ പാവം ബോയിൽസ് എടുക്കാൻ ദ വോളിയം ഓഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് pressure. അപ്പം പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT, where P is the pressure, V is the volume, N is the number of moles, R is the universal constant, and T is the temperature. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, give the reason behind the following. The glass window panes of all buildings are thicker at the bottom than the top. നമ്മൾ അസലായിട്ട് പഠിച്ചൊരു കാര്യമാണ്. എന്താണ് ഇത്? ഞാൻ എടുക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വിസ്കോസിറ്റിക്ക് എടുക്കുമ്പം ഗ്ലാസ് ഇസ് എ വെരി വിസ്കസ് ലിക്വിഡ് ആണ്. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ വെരി സ്ലൈറ്റ്ലി. ഹെൻസ് ദ വിൻഡോ പാനൽ ഓഫ് ഓൾ ബിൽഡിങ്സ് ആർ തിക്കർ അറ്റ് ദി ബോട്ടം ദാൻ ദി ടോപ്പ്. ഇത് നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. ഇതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓൺ ഹീറ്റിംഗ് ദ ഗ്ലാസ് മെൽറ്റ് ആൻഡ് ദി സർഫസ് ഓഫ് ദി ലിക്വിഡ് ടെൻസ് ടു ടേക്ക് ദി റൗണ്ട് ഷേപ്പ് അറ്റ് ദി എഡ്ജ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ നിങ്ങളൊന്നുകൂടെ ടെക്സ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ.